ബബിൾസ് വരുന്നത് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു ഇവാപ്പറേറ്റർ ലീക്കാണ്. ഗൈസ്, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ മോഡൽ അൾട്ടോയാണ്. ഇതിൻ്റെ നമ്മുടെ ബ്ലോവർ സിസ്റ്റം അതുപോലെ ഡാഷ്ബോർഡ് എല്ലാം ടോട്ടലി ഡിഫറൻ്റ് ആണ്. എൻജിൻ നമുക്ക് ആ ഒരു പഴയ ടൈപ്പ് എൻജിൻ തന്നെ ഉണ്ടാവും, പക്ഷേ ഇത് നല്ല ലൈഫുള്ള ഒരു എൻജിനാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, ലോ പ്രഷർ ലൈനാണ്. വലിയ രീതിയിലുള്ള കൂളിംഗ് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. AC വർക്കൊക്കെ പഠിക്കുന്ന നമ്മുടെ ചങ്കുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം പുതിയ പുതിയ കംപ്ലയിൻറ്റ്സ് അതുപോലെ പുതിയ പുതിയ പ്രോബ്ലംസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം എയർ ഫ്ലോ ചെക്ക് ചെയ്യണം നമ്മൾ. അതായത് നമ്മൾ ഡാഷ്ബോർഡ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മുടെ ഓണർക്ക് പിന്നെ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ അടുത്ത് പറയാൻ ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് ചെക്ക് ചെയ്യണം. ബ്ലോവർ ഫാൻ നമ്മൾ എല്ലാ സ്പീഡിലും വർക്ക് ചെയ്ച്ച് നോക്കണം. ബ്ലോവർ ഫാൻ ഓക്കെ ആണോ എന്ന് നോക്കണം. അതുപോലെ നിങ്ങളിപ്പോൾ കാണുന്നത് ക്യാബിൻ ഫിൽറ്ററിൻ്റെ ഏരിയ ആണ്. ക്യാബിൻ ഫിൽറ്ററിൻ്റെ ഏരിയ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്യാബിൻ ഫിൽറ്റർ കുറച്ച് മോശമാണ്. അപ്പോൾ നമ്മൾ അതെന്തായാലും റീപ്ലേസ് ചെയ്യും. കാരണം വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പം നമുക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ AC ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. നമ്മളൊരു കാർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇത് ടോട്ടലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം കണക്ട് ചെയ്യാൻ പോകുന്നത് ലോ പ്രഷർ ലൈനാണ്. ഇപ്പം നമ്മൾ ബ്ലൂ കളറിലുള്ള ഗേജ് അവിടെ കണക്ട് ചെയ്തു ലോ സൈഡിൽ. ഇത് നമുക്ക് ഒരിക്കലും തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ മാത്രമേ ഇത് അഡാപ്റ്റ് ആവുകയുള്ളൂ. ഇപ്പം നമുക്കിവിടെ ഏകദേശം 50 PSI പ്രഷർ കിട്ടിയിട്ടുണ്ട് ലോ സൈഡിൽ. 50 PSI പ്രഷർ എന്ന് പറയുമ്പോൾ കുറവാണ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹൈ സൈഡും ചെക്ക് ചെയ്യാം. ഹൈ സൈഡിൻ്റെ അഡാപ്റ്റർ സൈഡ് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹൈ സൈഡ് H എന്ന് എഴുതിയിട്ടുണ്ട്, H. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെയാണ് ഹൈ സൈഡ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഹൈ സൈഡിൽ എത്ര പ്രഷർ കാണിക്കുന്നുണ്ടെന്ന് നോക്കണം. അപ്പം നമ്മൾ ഈ ഒരു ലോ സൈഡ് ആൻഡ് ഹൈ സൈഡ് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു AC സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും സെയിം പ്രഷർ കിട്ടിയിട്ടുണ്ട്. ഹൈ സൈഡ് ആൻഡ് ലോ സൈഡിൽ സെയിം പ്രഷറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വലിയ രീതിയിലുള്ള ബ്ലോക്കേജോ കാര്യങ്ങളൊന്നും ഈ ലൈനിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു ഗേജ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം A to Z കാര്യങ്ങൾ ഈ ഒരു AC സിസ്റ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗേജിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അത് നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ലോ സൈഡ് ഏകദേശം 0യുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹൈ സൈഡ് കുറച്ച് റേസായി വരുന്നുണ്ട്. ഗ്യാസിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഹൈ സൈഡ് വലിയ രീതിയിൽ മേലേക്ക് വരാതെ കേട്ടോ. ഇപ്പം നമുക്ക് ലോ പ്രഷറിൽ വലിയ രീതിയിലുള്ള തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഗ്യാസ് കുറവാണെന്ന് ഉറപ്പിക്കാം. നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതായത് നമ്മൾ ഈ ഒരു AC സിസ്റ്റത്തെ നമ്മൾ പുതിയൊരു AC സിസ്റ്റത്തെ എങ്ങനെയായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രഷർ ഫില്ല് ചെയ്യുകയാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക്. അതായത് ഒരു 300 PSI പ്രഷർ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. എല്ലാ സിസ്റ്റവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 300 PSIക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഒരുപാട് പ്രഷർ ഫില്ല് ചെയ്യരുത്. അതായത് 400 500 ഒന്നും ഒരിക്കലും ഫില്ല് ചെയ്യരുത്. ഒരു 300 PSI ആണ് ബെറ്റർ. മാക്സിമം 350 ഒക്കെ നമുക്ക് പോകാം കേട്ടോ. പഴയ കാറിലേക്കൊക്കെ നിങ്ങൾ 350 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പം കൂടുതൽ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. ഗേസ്, ഇപ്പോൾ നമ്മൾ പ്രഷർ കൊടുത്ത് 300 ആണ്. വലിയ രീതിയിലുള്ള ഒരു ഡ്രോപ്പ് കാണുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് സമയം വെയിറ്റ് ഒക്കെ ചെയ്തു, പക്ഷേ 300 PSI ഡൗൺ ആവുന്നില്ല. ഓക്കെ, ഇവിടെയാണ് ഗേസ് നമ്മൾ ടെസ്റ്റ് വരാൻ പോകുന്നത് കേട്ടോ. അടുത്ത നമ്മൾ വാക്യൂം ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ലൈൻ വാക്യൂം ചെയ്യാണ്. വാക്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ഒരു കാറിൽ 1-2 തവണ ഗ്യാസ് റീഫിൽ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കിനി ഈ ഒരു ബ്ലോവർ അസംബ്ലി അയച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്യാസ് ഫില്ല് ചെയ്ത് വിടാം, പക്ഷേ അത് എത്ര കാലം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ റിട്ടേൺ വരുന്നുണ്ട് ആ ഒരു ഗേജ്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഓണറുടെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ച ശേഷം നമുക്കിതിൻ്റെ ഡാഷ്ബോർഡ് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ഡാഷ്ബോർഡിൻ്റെ റിമൂവിങ് പ്രോസസ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ കൂടുതൽ ലെങ്തി ആവരുത് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു പീസാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. നമ്മുടെ പഴയ ആൾട്ടോയിലൊക്കെ നമുക്ക് ആ ഒരു ചെറിയ പോർഷൻ മാത്രം അഴിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പുതിയ മോഡലിൻ്റെ നിങ്ങൾ ഫുള്ളായിട്ട് അഴിച്ചെടുക്കണം. ഈ ഒരു ബോൾട്ട് പഴയതിൻ്റെ അഴിച്ചെടുക്കുമ്പോൾ മിക്കവാറും ഒടിയും കേട്ടോ. അതെങ്ങനെ റിപ്പയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ബ്ലോവറിൻ്റെ അസംബ്ലി നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഇവാപ്പറേറ്റർ. ഈ ഇവാപ്പറേറ്ററിന് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എനിക്കിതിലൂടെ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തവണ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ചെറിയ മോയ്സ്ചർ പോലും ആ ഒരു ഇവാപ്പറേറ്ററിൽ ഇല്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പ്രഷർ ഫില്ല് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മൾ പ്രഷർ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഇതിൽ സത്യം പറഞ്ഞാൽ ഫിസിക്സ് ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസൊക്കെ ഇതൊക്കെ കിറ്റാണ്. നമുക്ക് ഏത് വാഹനത്തിന് വേണമെങ്കിലും ലീക്ക് ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ലീക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ പ്രഷർ താഴേക്ക് വരുന്നത് വേണ്ടി കാണാൻ പറ്റും. അതായത് ഇതിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ കാറിൽ നമ്മൾ ഫുൾ സിസ്റ്റം കണക്ട് ചെയ്ത് ലീക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലീക്ക് കാണിക്കുന്നില്ല വലിയ രീതിയിൽ. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വോളിയം വലുതാണ്. അതായത് ആ ഒരു 300 PSIനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. കംപ്രസർ ഉണ്ട്, മറ്റ് ലൈൻസ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് വലിയ ലീക്ക് ആ സമയത്ത് വരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ കാറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ചെയ്താൽ ഉറപ്പായിട്ട് ഇതിൽ ലീക്ക് വരും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ -° ടെമ്പറേച്ചറിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു പോർഷനാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ഇവാപ്പറേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഇവാപ്പറേറ്റർ സെയിം ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവാപ്പറേറ്റർ നമുക്കിനി ഒന്ന് റിമൂവ് ചെയ്യാം. നമുക്കിതിൻ്റെ ഇവിടെ തെർമിസ്റ്റർ എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തെർമിസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പഴയ തെർമിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം മേ ബി ഈ തെർമിസ്റ്റർ കുറേ കാലം കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് വരുന്നതായതുകൊണ്ടാവാം അവർ പുതിയതിൻ്റെ കൂടെ തെർമിസ്റ്ററും കൂടെ തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തെർമിസ്റ്ററൊക്കെ മൾട്ടിമീറ്ററിൽ റെസിസ്റ്റൻസ് ഒക്കെ ചെക്ക് ചെയ്ത് വേണം ഫിറ്റ് ചെയ്യാൻ. അതൊക്കെ നമ്മൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ അസംബ്ലി ഏകദേശം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പുതിയൊരു ഇവാപ്പറേറ്റർ ഇതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തു. നമുക്കിനി നമ്മുടെ കാറിലേക്ക് ഫിക്സ് ചെയ്യണം. കാറിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ 2 ടെസ്റ്റുകൾ വീണ്ടും ചെയ്യണം. പ്രഷർ ടെസ്റ്റ് കാണിക്കുന്നില്ല, വാക്യൂം ടെസ്റ്റ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ കാറിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഗ്യാസ് ഫില്ല് ചെയ്യുന്ന പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോർച്യൂണറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ എല്ലാ വീഡിയോസിൽ നിന്നും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പം ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ കംപ്രസറിൻ്റെ ട്രിപ്പിംഗ് എല്ലാം പ്രോപ്പറാണ്. കംപ്രസറിൻ്റെ ട്രിപ്പിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഗേജാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ എനിക്ക് മാനുവൽ ഗേജ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഡിജിറ്റൽ ഗേജിനേക്കാളും ഇഷ്ടമാണ് മാനുവൽ ഗേജ്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു 0°C അടുത്തേക്ക് തണുപ്പ് വരുന്നത് കാണാൻ പറ്റും. അതായത് ഈ കാറ് മാനുഫാക്ചേഴ്സ് ഇറക്കിയ സമയത്ത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ കൂളിംഗ്, ആ ഒരു സെയിം കൂളിംഗ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.